എല്ലാവർക്കും നമസ്കാരം. ഫൈറ്റർ എന്ന ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ. ഇന്ന് ഞാനിവിടെ കാർഡിയോ എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. എന്താ വെച്ചാൽ നമുക്ക് നോർമലി അറിയാം, നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഓക്കെ, കുറേ ആൾക്കാർ കാർഡിയോ ചെയ്യാറില്ല അല്ലേ. അപ്പം കാർഡിയോ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ്, പ്രശ്നം എന്താണ്? എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും അത്ലീറ്റ്സ് ആയിരിക്കണം. അത്ലീറ്റ് എന്ന് പറയുമ്പം ഒരു എക്സസൈസ് ചെയ്യാനായാലും ശരി, ഒരു സ്പോർട്സ് ആയാലും ശരി, എല്ലാത്തിലും നമ്മൾ ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റണം നമ്മുടെ ശരീരത്തിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കള്ളനെ പിടിക്കാനോ, ഒരു പേഴ്സ് തട്ടിപ്പറിച്ച് ഓടി ഒരു കള്ളനെ പിടിക്കാനോ കുറച്ച് നേരം ഓടാൻ കഴിയണം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാമിന വേണം. നമുക്ക് പിന്നെ പല പൊസിഷനിൽ നിൽക്കാൻ കഴിയണം. ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകേണ്ടി വരും, മണങ്ങിയിട്ട് പോകേണ്ടി വരും. അന്നേരം നമുക്ക് പ്രശ്നം പറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഡയമെൻഷനിലും നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ അത്ലീറ്റിനെ പോലെ ട്രെയിൻ ചെയ്യണം എപ്പോഴും. അതാണ് എൻ്റെ ഒരു താല്പര്യം. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇപ്പം നമുക്കറിയാം, നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു അല്ലേ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. സാധാരണ നമ്മൾ ഒരു മസിൽസിന് വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മസിൽസ് ട്രെയിൻ ആവുന്നുണ്ട്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. മോട്ടർ യൂണിറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് നമ്മൾ നോർമലി പറയും. അതെന്ന് വെച്ചാൽ മോട്ടർ എന്താണ്, ഇപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നു അല്ലേ. ആ മോട്ടറിൽ വൈദ്യുതി പോകുന്നു, അപ്പോൾ അതാണ് എനർജി. എന്നിട്ട് മോട്ടർ പണിയെടുക്കുന്നു. അതേപോലെ നമ്മളുള്ളിൽ വൈദ്യുതി ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്നത് വൈദ്യുതിയായിട്ട് പോകുന്നു, എനർജി നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ മോട്ടർ എന്താണ്, നമ്മുടെ മസിൽസാണ് നമ്മുടെ മോട്ടർ, മെയിൻ മോട്ടർ. ഓക്കെ, അപ്പോൾ അതിൽ പലതരം മസിൽസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളെ ഓരോ വെയിറ്റും എന്ത് ചെയ്യാനുള്ള ശക്തിയായാലും ഓടാനുള്ള ശക്തിയായാലും എല്ലാം നമുക്ക് തരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടർ യൂണിറ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നൊരു സംഭവം. അപ്പം ഈ കൈയിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് പൊന്തിക്കുന്നു, കാലിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്വാട്ട്സ് ചെയ്യുന്നു, വെയിറ്റ് ഇട്ട് സ്ക്വാട്ട്സ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ മസിലും കൈയിൻ്റെ മസിലൊക്കെ ട്രെയിൻ ആവുന്നില്ല. പക്ഷേ നമ്മുടെ ഹാർട്ടിൻ്റെ കാർഡിയോ വാസ്കുലർ സിസ്റ്റമിൻ്റെ ഈ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യോറൻസ് എന്ന് പറയും. ഈ കാർഡിയോ വാസ്കുലർ എൻറ്റയർ സിസ്റ്റം, ലങ്സിൻ്റെ മസിലായാലും ശരി, ഹാർട്ടിൻ്റെ മസിലായാലും ശരി, ഇതേ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടോ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അപ്പോൾ ആ വീഡിയോയിലേക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹാർട്ട് ബീറ്റിൽ ഏകദേശം 80, 85, 86 ആ ഒരു റേഞ്ചിലാണ് ഇപ്പം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നോർമലി ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് ഞാൻ ശ്വാസം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നോർമലി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഹാർട്ട് ബീറ്റ് റേഞ്ചിൽ അല്ലേ. അപ്പം എൻ്റെ ഹാർട്ടിന് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യാനുള്ളൊരു ഒരു മോഡോ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ല അവിടെ. ഓക്കെ, ഇനി നമുക്കൊരു നോർമൽ ജിം എക്സസൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നോർമൽ ജിം എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് പുൾ ലെഗ് ഡേ ആണ് നമ്മൾ നോർമലി ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ ഒരു വെയിറ്റഡ് സ്ക്വാട്ട്സുകൾ ചെയ്യുന്നില്ല, ഒരു 5 പുഷപ്സ് ചെയ്യാം. ഓക്കെ, ഒരു 15 കൗണ്ട്, നമ്മൾ ഒരു 12 കൗണ്ട് റെപ്പ് ചെയ്യുന്ന ഒരു 15 കൗണ്ട് ചെയ്തിട്ട് ഞാൻ നമുക്കൊരു, പിന്നെ നമ്മൾ നോർമലി ഒരു 1 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് നമ്മൾ ജിമ്മിൽ എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹാർട്ട് ബീറ്റ് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻട്രഡക്ഷൻ കൂടെ നോക്കാം. എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കാർഡിയോ എക്സസൈസ് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നോർമലി ഒരു മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 220 മൈനസ് നമ്മളുടെ ഏജ്. അപ്പോൾ ഞാൻ ഒരു 30 വെച്ചാൽ 190 എൻ്റെ മാക്സിമം ഹാർട്ട് റേറ്റ്, 190. ഓക്കെ, അത് നമ്മൾ ഓർമ്മിച്ച് നോക്കണം. ഇപ്പോൾ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ വെച്ചാൽ നമ്മൾ നോർമലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ നിർത്താണ്ട് ഓടാൻ പറ്റുന്നു കുറേ ദൂരം. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ് 60-70% വെച്ചാൽ 130 ഹാർട്ട് ബീറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോയുടെ ആ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു 130. ഓക്കെ, അതിന് മുകളിലോട്ട് എന്നുവെച്ചാൽ 70-80%, 140 എന്ന റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ശരിക്കുള്ള കാർഡിയോ ലെവലിലെത്തുന്നു. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ മസിൽസിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. പിന്നെ 160 മുകളിലേക്കോ 170 ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ HIIT, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയും. ഓക്കെ, ആ ഒരു റേഞ്ചിൽ നമ്മൾ എത്തിക്കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ പോലെ 15 റെപ്സിൻ്റെ ഒരു സെറ്റ്, 5, 5, 5. ഓക്കെ, നിർത്താതെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്.
ചെയ്ത ഒരു നോർമൽ എക്സസൈസാണ്. ഇപ്പോൾ എനിക്ക് നോർമലായിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നത്. ഇപ്പോഴായാലും എൻ്റെ ഹാർട്ട് ബീറ്റ് 110 120 ആ ഒരു റേഞ്ചിലാണ്. ഇപ്പം 100 മുതൽ 120 ആ ഒരു റേഞ്ചിൽ, ഒരു 60% റേഞ്ചിൽ ഇപ്പം തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നോർമലായിട്ട് ഇപ്പോഴും വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ശ്വാസം വലിക്കേണ്ട ആവശ്യം വരുന്നില്ല. നോർമൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് നോർമലായിട്ട് ബ്രീത് ചെയ്തിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന എക്സസൈസ് ശരിക്ക് ഒരു നോർമൽ ആയിട്ടുള്ളൊരു മസിലിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള മസിലിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. മസിൽ ഡെവലപ്മെൻറ്റ് നല്ലതാണ്. പക്ഷേ ഹാർട്ടിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, വളരെ കുറച്ച്. ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒന്നും തീരെ എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് നല്ലതാണ്. പക്ഷേ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് മൊത്തമായിട്ട് നല്ലതാണെന്ന് വെച്ചാൽ അല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു രീതിയിലേക്ക് പോകാം. ഞാൻ ചെറിയൊരു നോർമൽ സ്കിപ്പിംഗ് ചെയ്യാൻ പോകും. ഓക്കെ, എന്നിട്ട് ആ സ്കിപ്പിംഗ് നമുക്ക് നോക്കാം. ഒരു സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, സിമ്പിൾ, അധികം സ്പീഡായിട്ട് സ്കിപ്പിംഗ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു നോർമൽ നമ്മളെ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സ്കിപ്പിംഗ് ആണ്. ആ രീതിയിൽ സ്കിപ്പിംഗ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഹാർട്ട് ബീറ്റ് എത്രയാണ് വരുന്നത്. ഓക്കെ, that's right. എനിക്കിപ്പം ചെയ്തുകൊണ്ട് തന്നെ വർത്താനം പറയാൻ പറ്റുന്നുണ്ട്. ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്നാലും കുറച്ചൊരു ശ്വാസത്തിൻ്റെ ഇത് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും എനിക്ക് ഈ ഒരു രീതിയിൽ കുറേ സമയം ചെയ്യാൻ പറ്റും. ടയർഡായാലും എനിക്ക് എൻ്റെ മസിൽസിലേക്കെല്ലാം എനർജി എത്തിക്കാൻ പറ്റുന്നുണ്ട്. ശ്വാസം വലിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എനർജിക് സോണിലേക്ക് അത്ര പെട്ടെന്ന് പോകുന്നില്ല. ഓക്കെ, എനിക്ക് ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, ഒരു 15 മുകളിൽ കൗണ്ടായി ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. ഓക്കെ, ഒരു 100 ചെയ്ത് നോക്കാം. ഒരു 60 ആയി കഴിക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ എനിക്ക് നോർമലായിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ പറ്റുന്നുണ്ട്. ഓരോ സെൻറ്റൻസ് ഫുള്ളായിട്ട് വർത്തമാനം പറഞ്ഞു കഴിയുമ്പോഴേക്ക്, ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് വർത്തമാനം പറയുമ്പോഴേക്ക് ഒന്നും കൂടെ എനിക്ക് ശ്വാസം വലിക്കണമെന്ന് തോന്നും. ഓക്കെ, ഈ സമയത്ത് എൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് ഏകദേശം 140 150 എന്ന റേഞ്ചിലേക്ക് എത്തി. നോക്കിക്കോളൂ, 10 സെക്കൻഡ്സ് പോലും ആയില്ല, നോർമലായി. ഇപ്പോൾ നമ്മൾ 130, ഓക്കെ, 120 130 140, പീക്ക് ഒരു 155 വരെ ടച്ച് ചെയ്തു. ഓക്കെ, അതിന് മുകളിലോട്ട് പോയിട്ടില്ല. അത് പീക്ക് മാത്രമാണ്. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ടച്ച് ചെയ്തായിരിക്കും. അതിന് മുമ്പേ എല്ലാം ജസ്റ്റ് ഇപ്പോഴും 120 130 140 130 to 140 റേഞ്ചിൽ. ഓക്കെ, അപ്പോൾ 60-70% റേഞ്ചിൽ ഞാൻ കാർഡിയോ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു നോർമൽ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, മൊത്തം കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ ഒരു 100 മീറ്റർ സ്പ്രിൻറ്റ് ഓടുന്ന പോലെയോ ഇല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ജംപ്സ് ചെയ്യുന്ന പോലെയോ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്കിപ്പിംഗ് തന്നെ ചെയ്യാം. കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി സ്പീഡാക്കിയിട്ട് പിന്നെ നമുക്ക് അതിൽ തന്നെ ഒരു എക്സ്പ്ലോസീവ് 4-5 ജംപ്സ് കൗണ്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ്. ഓക്കെ, ഓക്കെ, ഇറ്റ്സ് ഓവർ. താങ്ക്സ് കഥ. ഓക്കെ, ഞങ്ങൾ കണ്ടുകഴിഞ്ഞ് ഒന്ന് എക്സ്പ്ലോസീവ് ജമ്പ് ചെയ്യാം. എനിക്കിപ്പം വെച്ചാൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ 160+ ആയി. ഈ ഒരു അനേറോബിക് സോൺ എന്ന് വെച്ചാൽ നമ്മൾ ഓക്സിജൻ സപ്ലൈ മൊത്തമായിട്ട് ശരീരത്തിന് എപ്പോഴും കിട്ടുന്നില്ല. ഇപ്പോഴും ആ ഒരു ശ്വാസം വലിക്കുന്നതിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നോർമൽ ആയില്ല. ഓക്കെ, ഇപ്പോഴും ഹാർട്ട് ഒരു 140 ബീറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത് ഒരു 10 സെക്കൻഡ്സ് കൊണ്ട് 110 120 ആ റേഞ്ചിലെത്തി. ഇപ്പോഴും ഞാൻ 140 റേഞ്ചിലുണ്ട്. ഇത് ഓരോ ആൾ സ്റ്റാമിന കണക്കായിട്ട്
ചേഞ്ച് ആവും. ഓക്കെ, അപ്പം ഈ ഒരു ട്രെയിനിങ് ഈ ഒരു ലെവലിൽ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹാർട്ട് മസിൽസിനെ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. കൈയിൻ്റെ മസിൽ ട്രെയിൻ ചെയ്യുന്ന പോലെ ഹാർട്ടിൻ്റെ മസിലിനെയും ലങ്സിൻ്റെ മസിലിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു കാർഡിയോ ഫിറ്റ്നസ്, ഒരു സ്റ്റാമിന വർദ്ധിപ്പിക്കാനല്ലേ ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇങ്ങനത്തെ. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വീണ്ടും ഫൈറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കാണുക. അപ്പം നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ. ഓക്കെ, ബൈ.